ഈ CMRL കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ ഇതിൽ ED കൂടുതൽ വളരെ വേഗതയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ പല സാങ്കേതിക വശങ്ങളുമൊക്കെ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ പഴയതുപോലെ അത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷ നേടാൻ ബുദ്ധിമുട്ടാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേസിൻ്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനൊക്കെ നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ED വളരെ ഫലപ്രദമായി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതിൻ്റെ ഒരു നാൾ വഴി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ ഏത് തരത്തിൽ നമുക്ക് വിലയിരുത്താം? അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് ED കടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ അന്വേഷണം നടത്തി അതിൻ്റെ വിശദമായിട്ടുള്ള മൊഴികളൊക്കെ രേഖപ്പെടുത്തുമല്ലോ. ഇത് ആ നടപടികളിലേക്കൊക്കെയാണ് ഇവർ കടക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ CMR എക്സാലോജി കേസിൽ പിന്നെ ഈ വീണ വിജയൻ്റെ പേരിൽ SFIO എടുത്തിരിക്കുന്ന അന്വേഷണവും സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടും ഉണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് കോടതിയിൽ ആവശ്യപ്പെട്ട് ED അപേക്ഷ നൽകി. അതായത് ഈ തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും വരും. SFIO നടത്തിയ അന്വേഷണത്തിൻ്റെ ചില ഘടകങ്ങളും അതിൻ്റെ പല ഘട്ടങ്ങളും ED പരിശോധിക്കുക. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇനി ഒരു പിഴവുണ്ടാവാതിരിക്കുക, കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുക. ഇത് വ്യക്തമാണ്, കൃത്യമായിട്ട്. അതല്ല, SFIO അപൂർവങ്ങളിൽ അപൂർവമാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻപരിചയം ഇല്ല. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും എന്നതനുസരിച്ചും അതും പ്രത്യേകം നോക്കേണ്ടതുണ്ട്. EDക്ക് ഇതിൽ കൃത്യമായിട്ട് ഇടപെടാനുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ED അത് വെച്ചിട്ടാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം പണമിടപാടാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായിട്ട് ഇടപെടാൻ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ പണം എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ ചോദ്യം പ്രസക്തമാണല്ലോ. കാരണം ഇല്ലാത്ത സേവനത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ഇടപാടാണെന്നും അഴിമതി അതിൻ്റെ നടന്നിട്ടുണ്ടെന്നും സർക്കാർ ധനത്തിനെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൂടെ വെളിയിൽ വരും. അപ്പം ഇനി ഒരു പഴുതിട്ട് കഴിഞ്ഞാൽ അടുത്ത കോടതിയിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ, ഇല്ലെങ്കിൽ തുടർ നടപടികൾ റദ്ദ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് EDക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ നല്ല പ്രഷർ EDക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ കേസ് പാളിയാലും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്ന EDയാണ്. SFIOയുടെ കേസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ SFIOയുടെ കേസിൽ തുടർ നടപടികളെല്ലാം തടഞ്ഞു. ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും കോടതി വ്യക്തമായിട്ട് ഇടപെടുന്നു. ഇനി അതുകൊണ്ട് ഒരു പഴുതിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ള കാര്യം EDക്ക് അറിയാം. അതുകൊണ്ടാണ് ED ഈ മുൻകൂട്ടി ഈ പകർപ്പൊക്കെ എടുത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എനിക്ക് തോന്നുന്നത് വീണ വിജയൻ്റെ മൊഴി രേഖപ്പെടുത്തും. മൊഴിയെടുക്കും, അത് രേഖപ്പെടുത്തും, അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് അതിനെ വിളിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ തുടർ നടപടികളിലേക്ക് ED കടക്കുമ്പോഴത്തേക്കും കേസിൻ്റെ പല കാര്യങ്ങളും വെളിയിൽ വരുമെന്നാണ് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നത്. അതിൻ്റെ അകത്ത് CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അതിൻ്റെ നോട്ടീസും അയച്ചിട്ടുണ്ടായിരുന്നു. CBI എക്സാലോജി CBI അന്വേഷണം അതിൻ്റെ ഹർജിയിൽ അവരുടെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ED അപേക്ഷ നൽകിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വാങ്ങിച്ച കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷം കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെ പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെഷൻ കോടതിയിൽ ഇപ്പോൾ അതിനാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സ്വാഭാവികമായും അതിന് മുന്നേ ഇത്തരത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ മൊഴിയെടുപ്പ് ഒക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെ വന്നാൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ അത് ദോഷകരമായി ബാധിക്കും. സ്വാഭാവികമായും ഇത് തടയാൻ നിയമ നടപടികളുമായി അതല്ലെങ്കിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യതകൾ ഇതൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അത് ഏത് തരത്തിൽ വൈകിപ്പിക്കാൻ കഴിയും? അത്തരത്തിലുള്ള നടപടികളുമായി എങ്ങനെയായിരിക്കും ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ മുന്നോട്ട് പോവുക? അതായത് നിയമപരമായിട്ടുള്ള എല്ലാ പഴുതുകളും അവർ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ വഴികളും എല്ലാ നിയമവിദഗ്ധരിലും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി വീണ വിജയൻ അഭിഭാഷകരുടെ നിന്ന് കൃത്യമായ ട്രെയിനിങ് നേടി കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം ഇനി മുന്നോട്ട് പോകുന്ന ഏത് അന്വേഷണത്തിലും മൊഴിയെടുക്കാനൊക്കെ വിളിപ്പിച്ചാൽ കൃത്യമായി മറുപടി പറഞ്ഞ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ട്രെയിനിങ്ങും അവർ അഭിഭാഷകർ മുഖേന എടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനൊക്കെ ശേഷമാണ് പിന്നെ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നതും അവിടെ പോയി വഴിപാട് കഴിക്കുന്നതും എല്ലാം. പക്ഷേ ഇതിലൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഈ CMRL ഇടപാട്, ഈ പറയുന്ന മാസപ്പടി എന്ന് പറയുന്ന പ്രശ്നത്തിനെ പറ്റിയുള്ള വിധി എഴുത്ത്
ഇനി കോടതികളിൽ നിന്ന് വരുന്നതിന് മുൻപേ ജനങ്ങളിൽ നിന്ന് വരും. പിന്നെ പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നമ്മൾ. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ചിലപ്പം നിലമ്പൂർ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരും. ഇത് രണ്ടും കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഈ കേസ് കത്തി നിന്നാൽ, ഇതിൻ്റെ അകത്തെ വസ്തുതകൾ വെളിയിലേക്ക് വന്നാൽ, ഒരു സേവനവും ചെയ്യാതെ ഒരു സർവീസും കൊടുക്കാതെ പണം പറ്റിയതിൻ്റെ എല്ലാ തെളിവുകളും ഈ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിക്കുകയും അതിൽ കോടതി വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും വിചാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് തെരഞ്ഞെടുപ്പിനെ കൃത്യമായി ബാധിക്കും. പിണറായി വിജയൻ്റെ പ്രതിച്ഛായ ബാധിക്കും. കാരണം സ്വജനപക്ഷപാതം നടത്തിയിരിക്കുന്നത്. സ്വന്തം മകൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു കമ്പനിയിൽ നിന്നുള്ള പണമാണ് ഇങ്ങനെ ഒന്നും ചെയ്യാതെ വാങ്ങിയെടുത്തത്. അപ്പോൾ കൃത്യമായ നടപടി അതിലുണ്ടായാൽ ഈ തെരഞ്ഞെടുപ്പുകൾ, കാരണം അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിലമ്പൂർ ഇലക്ഷൻ നിൽക്കുന്നത്. അൻവർ വാളെടുത്ത് നിൽക്കുക ഓൾറെഡി. അൻവർ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ പുറത്തേക്ക് പോയത്. വീണ വിജയനെതിരെയും അൻവറിന് കൃത്യമായ ആരോപണങ്ങളുണ്ട്. CMR ലെക്സാലോജി കേസിൽ ഇതിനകത്ത് ഒളിച്ചുകളി നടക്കുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള എന്തിനേറെ സംഘപരിവാറുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് വരെ അൻവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയും ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഘട്ടത്തിലെത്തുന്ന തെരഞ്ഞെടുപ്പും കൂടെയാണ്. അപ്പൊ CMR ലെക്സാലോജി കേസിനകത്ത് കൃത്യമായ ഇടപെടലുണ്ടാകും. ഇവര് എല്ലാ ഏത് തട്ടിപ്പും കാണിച്ച് രക്ഷപ്പെടാം. ലാവ്ലിൻ കേസ് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എത്ര റെക്കോർഡാ സുപ്രീം കോടതിയിലെ റെക്കോർഡാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. ഏത് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്? എന്താ പിണറായി വിജയന്റെ കേസ് എന്തുകൊണ്ടാ പരിഗണിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് കോടതിയുടെ കീഴിലേക്ക് വരാൻ ഒരു മുഖ്യമന്ത്രി ഇത്രത്തോളം ഭയക്കുന്നത്? അപ്പൊ ഇവിടെ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുണ്ട്. വീണ വിജയന്റെ ഈ പറയുന്ന അഴിമതി ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം ഇവർ പരിശോധിക്കും. അത് പയറ്റുകയും ചെയ്യും. എന്നാൽ EDM SFIOയും ഒക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ മുമ്പോട്ട് പോകുന്നത് ഇവരെ ഏതൊക്കെ രീതിയിൽ കുരുക്കാമെന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷിക്കും. അതിനും അപ്പുറത്ത് തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയും കൂടെ ആകുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇത് വലുതായിട്ട് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുകളോ അവിടുത്തെ ഫലങ്ങളിൽ പലപ്പോഴും ഒരു ഇടതുപക്ഷ ചായ്വ് കാണാറുണ്ട്. ഇടത്തോട്ടാണ് പലപ്പോഴും പഞ്ചായത്തുകളുടെയും. പിന്നെ ഒരു വ്യക്തിപരമായ രീതിയിലൊക്കെ വോട്ട് സമാഹരിക്കാൻ ഓരോ സ്ഥാനാർത്ഥികൾക്കും കഴിയും. കാരണം ആ പ്രദേശത്തെ ഒരു ആളുകളായിരിക്കും. അതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ് മെഴുകുതിരിയൊക്കെ ആയിരുന്നു ഇടതുപക്ഷത്തിന്റെ ചിഹ്നം. പലയിടത്തും പാർട്ടി ചിഹ്നം പോലും ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെ അവർ അങ്ങനെയൊക്കെ ഇരുന്ന് ജയിക്കുന്നത് വ്യക്തികളെ വെച്ചിട്ട്. പക്ഷെ നിലമ്പൂർ അങ്ങനെയല്ല. നിലമ്പൂർ അത് ഈ സർക്കാരിന്റെ 1.5 വിലയിരുത്തലാവും. അവസാനത്തെ ആണിയും സർക്കാരിന്റെ മേലടിച്ചേക്കും. പാലക്കാട് നിന്ന് കളിച്ച ഉടായിപ്പ് കളികളൊന്നും നിലമ്പൂര് വില പോകുമെന്ന് തോന്നുന്നില്ല. കാരണം നിലമ്പൂരിന്റെ രാഷ്ട്രീയം അപ്പുറത്തെ PV അൻവർ നിൽക്കുന്നു. പോരാത്തതിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പിന്തുണ. ലീഗിന് ഇതൊരു വാശിയും കൂടെയാണ്, പ്രസ്റ്റീജ് ഇഷ്യൂവും കൂടെയാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിനെ അത്രത്തോളം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഇതുവരെയും ആക്രമിക്കാത്ത രീതിയിൽ പിണറായി വിജയനും CPM-ഉം LDF-ഉം അതിഭയങ്കരമായ രീതിയിൽ ലീഗിനെ ആക്രമിച്ചിട്ടുണ്ട്. ലീഗിന് അതിൻ്റെ ഒരു വൈരാഗ്യവും വാശിയും ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ വീണ വിജയൻ ഈ എക്സാലോജി കേസിൻ്റെ നിർണായകമായ നീക്കങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഈ കേസിലൂടെ സത്യം വെളിയിലേക്ക് വരും. അത് ഈ സർക്കാരിൻ്റെ വിലയിരുത്തലാവും ചെയ്യും.